പമ്പയിൽ വെച്ച് അയ്യപ്പ സംഗമം നടന്നു. അത് പൊട്ടി പാളീസായി. പക്ഷേ അത് കാരണം ഒരു ഗുണമുണ്ടായി. അവിടുത്തെ സ്വർണ്ണപ്പാളികൾ കട്ട് എപ്പോഴോ അത് കൊണ്ടുപോയിട്ട് അത് ചെമ്പാക്കി ഇവിടെ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കാൻ നോക്കിയതൊക്കെ പുറത്തു വന്നു. പോറ്റിയുടെ ആൾക്കാരും പറഞ്ഞാൽ നമ്മളെ സഖാക്കൾ, അതായത് നമ്മുടെ മുഖ്യൻ തൊട്ട് ഈ തിരുവിതാംകൂർ ദേവസ്വം വരെയുള്ള ആൾക്കാർ. അപ്പോൾ ഈ കളവ് മറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കാം ഈ സംഗമം നടത്തിയിട്ടുണ്ടാവുക. അല്ലാതെ അവർക്ക് പെട്ടെന്നൊരു ഈശ്വരഭക്തി അങ്ങോട്ട് കൂടിയിട്ട് അയ്യപ്പനെയും മാതാമൃതാനന്ദമയിനെയും ഒക്കെ ഉമ്മയ്ക്കാനും കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നിയ ആ ചേതോവികാരം ഈ ഒരു കള്ളത്തരം മെല്ലെ മറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഇന്നിപ്പോൾ തോന്നുന്നു. ഉറപ്പാണ് ആ വിഗ്രഹം പോലും അവിടെ ഉണ്ടാവും തോന്നുന്നില്ല അയ്യപ്പൻ്റെ. കാരണം ഞാൻ ഇപ്പോൾ ഈ കർക്കിടക മാസം 1-ാം തീയതി ഇപ്പോൾ ഈ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ശബരിമലയ്ക്ക് പോണത്. നല്ല മഴയുണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് മല കയറി അവിടെ എത്തിയത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഈ നടയിൽ നോക്കിയപ്പോൾ എനിക്ക് അയ്യപ്പൻ്റെ വിഗ്രഹം അവിടെ കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അത് ഇരുട്ട് കാരനാണോ, എനിക്ക് ആ പ്രഭാമണ്ഡലം മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. തിരക്ക് കാരനായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കണം. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതും അടിച്ചു മാറ്റി കാണുന്നതാണ് തോന്നുന്നത്. കാരണം അവിടെ എനിക്ക് ആ വിഗ്രഹം കാണാൻ പറ്റിയില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ കാഴ്ചശക്തിയുടെ കുറവാണോ അതും അറിയില്ല. എന്തായാലും ആകെ ജഗപുകയുണ്ട്. അപ്പോൾ ഭക്തജനങ്ങളായിട്ടുള്ള വിശ്വാസികൾ, നമ്മുടെ നടേശനും സുകുമാരനും മറ്റേ വിജയനും എല്ലാ ഹിന്ദു വിശ്വാസികൾ ആയ ഈ മൂന്ന് പേരും കൂടി നല്ലൊരു കളി കളിച്ച് എല്ലാം വളരെ ഭംഗിയായിട്ട് അവിടുന്ന് അത് ഈ മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് എത്തി. അത് സംഗതി ഒരു പോറ്റി മുഖാന്തരം. പോറ്റി വെറും 10-ാം ക്ലാസ് ഗുസ്തി അത്രേ. കണ്ണിക്കണ്ടടത്തൊക്കെ കൊണ്ടുപോയി പോയി അതിൻ്റെയും കാശ് വസൂലാക്കി സുഭിക്ഷമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ പറയുകയാണ്, നടേശൻ പറയണു അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സുകുമാരൻ നായർ പറയണു സമദൂരമാണ് ഞാൻ അപ്പോഴും. വിജയൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. മുപ്പരാൻ ചൗദ അപ്പോൾ ബഹ്റിനിലേക്ക് വരുന്നു അത്ര 16-ാം തീയതി. എന്തിനാ അറിയില്ല. ഇവിടെ ഞങ്ങളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് ബഹ്റിനിൽ. ഞാൻ ഇപ്പോൾ ഒരു മാസമായിട്ട് ഇവിടെ എൻ്റെ മകളുടെ അടുത്തേക്ക് വന്നതാണ്. ഞാൻ പണ്ട് ന്യൂയോർക്കിൽ മാൻ്റെ അടുത്ത് പോയപ്പോഴും മൂപ്പര് എൻ്റെ പിന്നാലെ അവിടെ എത്തി. അവിടെ കൊണ്ടുപോയി കോളാക്കി. അന്ന് അവിടെ അസാധ്യ മഴയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ 16-ാം തീയതി ഇതപ്പോൾ ഇവിടെ വരുന്നുണ്ട് അത്രേ. ഇയാളെന്താ എൻ്റെ പിന്നാലെ വരുന്നത് എനിക്കറിയില്ല. എനിവേ, കണ്ടിരുന്നും കേട്ടിരുന്നും കാണാം.